ഹലോ ഗൈസ്, നമസ്കാരം. അപ്പം ഇന്നത്തെ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യരുത്. കാരണം വളരെ രസകരമായൊരു അനുഭവമാണ്. നിങ്ങൾക്ക് നല്ല രസകരമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം കേട്ടോ. ഞാൻ നമ്മുടെ ആസാമിലെ ബോഡോ തീവ്രവാദികളുടെ ഇടയിൽ കുടുങ്ങിയ ആ ഒരു അനുഭവമാണ്. അങ്ങനെ ഞാൻ രാവിലെ ജിനീഷ് ഭായിയോട് യാത്ര പറഞ്ഞു. ഞാൻ ഈ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ഞാനങ്ങനെ തിംഫു ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. അവിടെ രാവിലെ തന്നെ പോയി. രാവിലെയാണ് അവിടെ ബസ് എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭൂട്ടാനിലൊക്കെ ചെറിയ റോഡുകളും വളവുകളും ഉള്ളതുകൊണ്ട് ഒരുപാട് സമയമെടുക്കും ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ബസ് സ്റ്റേഷനിൽ അവിടെ എത്തി. വലിയൊരു മണിയൊക്കെ ഉണ്ടായിരുന്നു ബസ് സ്റ്റേഷൻ്റെ പുറത്ത്. ഞങ്ങൾ ഇങ്ങനെ കറക്കുന്ന മണി, ഭൂട്ടാൻ്റെ എന്നുവെച്ചാൽ ബുദ്ധമതത്തിൻ്റെ ഒരു പ്രതീകമാണിത്. അവിടെ നിന്ന് ബസ് വന്നു. ലഗേജൊക്കെ മേലെ കെട്ടി, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം കയ്യിൽ കരുതി, കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ കയ്യിൽ കരുതി ഞാൻ കയറി. കുഞ്ഞു ബസ്സാണ്. കയറി അങ്ങനെ ബസ് പുറപ്പെട്ടു. കാടിൻ്റെ നടുവിലൂടെ കുന്നും മലയൊക്കെ താണ്ടി കയറി ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. തുരങ്കങ്ങളുണ്ട്. പിന്നെ അതിനിടയിൽ ഒരുപാട് ഇടതുഭാഗത്തൊക്കെ ഡാമിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പവർ സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ചുമരൊക്കെ തുരന്നിട്ട് ഈ ഭൂട്ടാൻ ഗവൺമെൻറ് ഒരുപാട് പദ്ധതികളുണ്ട്. അതൊക്കെ കാണാം നമുക്ക് പോകുമ്പം. അങ്ങനെ ഉച്ചക്കൊരു വിജനമായൊരു സ്ഥലത്ത് നിർത്തി. ഒരു നല്ല വൃത്തിയുണ്ട്. കാരണം നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ട് നല്ല വൃത്തിയുണ്ട്. എവിടെയും കച്ചറ കാര്യങ്ങളൊന്നുമില്ല. മെയിനായിട്ട് ഞാൻ കണ്ട കാര്യം എന്ന് പറയുക, ഭൂട്ടാനിൽ ആരും ഹോൺ അടിക്കില്ല. വണ്ടിക്ക് ഹോണില്ല. പെപ്പേന്ന് അടിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രാഫിക്കിൽ ഒരു സെക്കൻഡ് ലേറ്റ് ആയി ഉടനെ പെപ്പേ അടിക്കുന്ന കണ്ടോ? ഭൂട്ടാനിൽ അങ്ങനെ ആരും ഹോൺ അടിക്കില്ല കേട്ടോ. ഹോൺ എവിടെയില്ല. നിശ്ചലമാണ്, നിശബ്ദമാണ് മൊത്തത്തിൽ. ഞങ്ങളങ്ങനെ ഒരു മിഡിലൊരു സ്ഥലത്ത് നിർത്തി ഭക്ഷണം കഴിച്ചു. നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടി. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. യാത്ര തുടർന്നു. പക്ഷെ അപ്പോഴും എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഈ യാത്ര ഞാൻ പോകുന്നത് വലിയൊരു അപകടത്തിലേക്കാണെന്ന്. ഞാൻ വീഡിയോ ഒക്കെ ചെയ്തു, എൻജോയ് ചെയ്തു. അങ്ങനെ ഭൂട്ടാൻ ബോർഡറായ ജലേഫ് എത്തി. ഇന്ത്യ ഭൂട്ടാൻ ബോർഡറെ ജലേഫ് എത്തി. ജലേഫ് എത്തുമ്പം സമയം ഒരു 5 മണി 6 മണിയായി. ഭൂട്ടാൻ്റെ ഭാഗത്തൊക്കെ കടകളൊക്കെ ആക്റ്റീവാണ്. അപ്പം അപ്പുറം എന്താ നടക്കുന്നത് എനിക്കറിയില്ല. കാരണം ഞാൻ എവിടെയും ന്യൂസ് പേപ്പറിൽ ഒന്നും വായിച്ചിട്ടില്ല, ഒരു വ്ളോഗിൽ ഒരു വീഡിയോയിൽ ഒന്നും കണ്ടിട്ടില്ല. ഞാനങ്ങനെ മെല്ലെ ബോർഡർ ഇങ്ങനെ കടന്ന് അപ്പുറത്തി നോക്കുമ്പം ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് നേരെ ധാരാവി ചേരി പോയലുണ്ട്. എന്ന് വെച്ചാൽ ഭൂട്ടാൻ സൈഡ് നല്ല വൃത്തിയുള്ള സ്ഥലം. രാജ്യത്തിൻ്റെ മതിലുകളിൽ നിന്ന് ഇപ്പുറം നോക്കുമ്പോൾ കുടിലുകൾ ഇങ്ങനെയൊക്കെ. ഞാൻ വിചാരിച്ച് പടച്ചോടാ, ഞാൻ എടുത്ത് സ്ഥലം മാറിപ്പോയാ. ഇന്ത്യ തന്നെയല്ലേ ഇത്? ഒരു വിദേശി യാത്രക്കാരൻ ഈ ഭൂട്ടാൻ വഴി ഇന്ത്യയിൽ കിടന്ന അവൻ ഉടനെ തിരിച്ച് ഭൂട്ടാനിൽ കയറിയിട്ട് അവിടുന്ന് ഏതെങ്കിലും ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിലേക്ക് പോകും. കാരണം അത്രക്കും വൃത്തിയായിട്ട് സിറ്റുവേഷൻ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അവിടെ. അപ്പം ഞാനങ്ങനെ അടുത്തുള്ള കടയിൽ പോയി വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്ന. അപ്പം എനിക്ക് അവിടെ നിന്ന് അടുത്ത പോകേണ്ടത് ഗുവാഹട്ടിയിലേക്കാണ്. ഗുവാഹട്ടി പോകണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു കാടിൻ്റെ നടുവിലെങ്ങാണ്ട് ഈ ബോർഡർ. ഇവിടെ നിന്നൊരു 10-50 കിലോമീറ്റർ പോയിട്ട് ഹൈവേ കയറണം. ഇപ്പോൾ ഇരിട്ടിയിൽ നിന്ന് കണ്ണൂർ പോകുന്നത് പോലെ ഇവിടുന്ന് 50 കിലോമീറ്റർ ഹൈവേ പോകണം. ഹൈവേ നിന്നാണ് എനിക്ക് വണ്ടികൾ കിട്ടുന്നത്. ഞാനങ്ങനെ നോക്കി. ഒരു 6 മണിയായി, 6-6:30 മണിയായി. ഒന്നുമില്ല. കാരണം ബോർഡർ തീർന്നു. ബസ് വന്ന് എല്ലാം തീർന്നു. ട്രാൻസ്പോർട്ടേഷൻ കംപ്ലീറ്റ് അവിടെ സ്റ്റോപ്പായി. വണ്ടികളൊന്നുമില്ല. അങ്ങനെ കുറേ നിന്ന് നോക്കുമ്പം ഒരു വലിയ ലോറിയുണ്ട്. ആ ലോറിയിൽ ഈ ജിപ്സം കല്ലെന്ന് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ, പാറക്കല്ലിൻ്റെ പൊടിയില്ലേ, ആ പാറക്കല്ലിൻ്റെ പൊടിയായിട്ട് ലോറി. ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഭയ്യ, എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, ഇതാണ് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു വേഗം കയറി എന്ന്. ഞാൻ അപ്പോൾ വേഗം വണ്ടി കയറി. ഞാൻ ചോദിച്ചു, നീ ഈ സമയത്ത് വന്ന തെറ്റാണ്, ഇത് വരാൻ പാടില്ല. കാരണം ഇത് ഭയങ്കര ഡേഞ്ചർ ഏരിയ ആണ്. നീ ഇപ്പോൾ ഈ പോകുന്ന ഏരിയ, നീ ഇപ്പോൾ പോകേണ്ടത് ഹൈവേയിലേക്കാണ്. നീ എങ്ങനെയാണ് ഒറ്റയ്ക്ക് പോകുക? കാരണം നീ ഇവിടെ നിന്ന് രാത്രി നിനക്ക് ഇവിടെ താമസിക്കുന്ന സ്ഥലം ഉണ്ടാവില്ല. അതുപോലെ നീ ഇവിടുന്ന് പോകുന്ന വണ്ടിക്കാരൻ അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നിന്നെ അടക്കം അവർ കൊണ്ടുപോകും. ഞാൻ വെച്ചാൽ ആരാ അതും എനിക്ക് സംഭവം മനസ്സിലായില്ല. വെറുതെ വരുന്നതാണോ? പിന്നെ മനസ്സിലായ ബോഡോ തീവ്രവാദികളുടെ മെയിൻ ഏരിയ ആണത്. ഈ ജലേഫ് ബോർഡറും അതുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന കാടുകളും വില്ലേജൊക്കെ. സമയം 6 മണി 7 മണിയാകുമ്പോഴേക്കും എല്ലാ കടയും പൂട്ടി. ഒന്നുമില്ല, ഒരു കടയില്ല. നമ്മുടെ നാട്ടിലൊക്കെ 12 മണിക്ക് ഇറങ്ങിയാലും കടയുണ്ടാവും. അവിടെ ഒന്നുമില്ല. ലോറി കയറി രക്ഷപ്പെട്ടു. അപ്പോൾ ലോറിയിൽ എന്ന് വെച്ചാൽ 3-4 ലോറികളുണ്ട്. ഇവിടുന്ന് കല്ലെടുക്കാൻ വന്ന ചില്ലിക്കല്ല് അതെടുത്തിട്ടാണ് പോണത്. അപ്പം ഇവർക്ക് പോകേണ്ട ഏരിയ എന്ന് പറയുമ്പോൾ, ഞാൻ യാത്ര ചെയ്യുന്ന ഏരിയയാണ് ജലേഫ് ബോർഡറിൽ നിന്ന് ഹൈവേയിലേക്ക് പോകുന്ന ഏരിയ, ബോഡോ തീവ്രവാദികളുടെ ഏരിയ. ഒരുപാട് ഗ്രാമങ്ങൾ താണ്ടിയിട്ടാണ് പോകേണ്ടത്. ഇവർക്ക് അത്രയും ശക്തിയുള്ള ഒരു കേന്ദ്രങ്ങളത്. അതുവഴിയാണ് പോകേണ്ടത്. എന്തോ എൻ്റെ ഭാഗ്യം,
എന്നെ ആരോ സംരക്ഷിച്ചു അത്ര തന്നെ. അതുകൊണ്ടാണ് എനിക്ക് ലോറി കിട്ടി. ഈ ലോറികൾ പോകുന്നത് എങ്ങനെയാണ് അറിയോ? ആരുടെ ധൈര്യത്തിലറിയോ? ഈ ലോറികൾ പോകുന്നത് അതിന് മുമ്പിൽ 2 വണ്ടികൾ എസ്കോർട്ട് പോകുന്നുണ്ട്, ഒരു കാറും ഒരു ജിപ്സിയും. അത് ബോഡോ തീവ്രവാദികളുടെ ബോഡോ ആ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു നേതാവിൻ്റെ വണ്ടികളാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ലോറികൾ പോകുന്നത്. ആ ചങ്ങാതി മുമ്പിലും ബേക്കിലായിട്ട് പോകുന്നുണ്ട്. ഞങ്ങളങ്ങനെ മെല്ലെ യാത്ര തുടങ്ങി. കംപ്ലീറ്റ് ഇരുടാണ്. ആൾക്കാർ ചൂട്ടില്ല, ചൂട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ പിന്നെ തെങ്ങിൻ്റെ ഓലയില്ലേ, ഓല കത്തിച്ച് ചൂട്ടുണ്ടാക്കില്ലേ, ചൂട്ടൊക്കെ കത്തിച്ചിട്ട് പോകുന്നത്. കാരണം എവിടെയും ലൈറ്റോ കറണ്ടോ ഒന്നുമില്ല. 1980 കാലഘട്ടത്തിൽ കേരളം പോലുണ്ട്. ഓലക്കുടിലുകൾ, പിന്നെ ഒരു പണിയില്ലാണ്ട് കുറേ ആൾക്കാർ സൈഡിലിരിക്കുന്നുണ്ട്, മെഴുതിരി പോലത്തെ ഒരു വെളിച്ചത്തിൻ്റെ വെട്ടത്തിൽ, ഫുള്ള് ഡാർക്ക്. ഞാനിങ്ങനെ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്താ പ്രശ്നം. അവർ പറഞ്ഞു എങ്ങനെയാണ് നിങ്ങൾ കണ്ടോ പോകുന്ന കാണിച്ചിട്ട് എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളതെന്നില്ലേ. അവിടുന്ന് തുടങ്ങി എൻ്റെ നരയാതന. ഞാൻ രക്ഷപ്പെടുമോ എന്നതിനെ സംശയമായിരുന്നു. അജാതി ഒരു ഇതായിരുന്നു. കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പം ഇത് തനി ഗ്രാമീണരാണ് വണ്ടിക്ക് മുമ്പിലുള്ളത്. ഇവർ വന്ന് വണ്ടിയുടെ ക്രോസിനിട്ട് നിന്ന് ലുങ്കി ഉണ്ട്, ലുങ്കിയും പിന്നെ ഈ നെഞ്ഞ് കാണിക്കുന്ന വിധത്തിലാണ് ഷർട്ട് ഇട്ടിട്ടില്ല, തുറന്നിട്ടിട്ടുണ്ട്. അവർ വന്ന് വണ്ടിയുടെ മുമ്പിൽ ഇങ്ങനെ നിന്നു. ഞാനെൻ്റെ ക്യാമറക്ക് ഓഫാക്കി. കാരണം ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ തട്ടിപ്പറിച്ചാലോ. അവൻ എന്നോട് പറഞ്ഞ് ക്യാമറക്ക് ഓഫാക്കി വെച്ചു. പിന്നെ എൻ്റെ ബാഗ് എടുത്ത് വണ്ടീൻ്റെ അടിയിൽ കയറ്റിയിട്ടു, അവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ലാപ്ടോപ്പൊക്കെ എടുത്ത് ഉള്ളിലിട്ടു. അത് കണ്ട 100% അവരെടുത്തുകൊണ്ട് പോകും, അവർ പൊക്കും, അത്രയും ഒരു സംശയം വേണ്ടതില്ല. അവർ കൊണ്ടുപോയി നമുക്കൊന്നും പറയാനും പറ്റില്ല. ഞാൻ പ്രത്യേകിച്ച് ചിലപ്പോൾ എന്നെ തന്നെ കൊന്നിട്ട് പോകും. അങ്ങനെ ഉടനെ ഇവരെ മുതിർ വന്നു, അവിടെ നിർത്തി, അവർക്കെല്ലാം കൈമടക്ക് കൊടുത്തു. അങ്ങനെ വണ്ടി വിട്ടു. പിന്നെ വണ്ടി പോയി ഒരു 4-5 കിലോമീറ്റർ ഓരോ ജംഗ്ഷൻ എത്തുമ്പോൾ നിർത്തിക്കും. 5 കിലോമീറ്റർ എത്തിയപ്പം അവിടെ നിർത്തിച്ചു. വലിയ വടിയൊക്കെ ഉണ്ട് ഇവരുടെ കയ്യിൽ, വടിയും ആയുധങ്ങളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. പിന്നെ ഓരോ കവലയിലും 5 കിലോമീറ്റർ കഴിയുമ്പോൾ ഓരോ കവലയിലും ഇവർ ആൾക്കാരുണ്ട്. ഇവർ വണ്ടി ബ്ലോക്കിങ് മീൻസ് ചക്കരെ വണ്ടി നിർത്തൂ, അതല്ലെങ്കിൽ ചേട്ടാ ലിഫ്റ്റ് തരുമോ എന്ന് ചോദിച്ച് നിർത്തലല്ല, വടിയെടുത്ത് അടിയാണ്. ബോണറ്റിനെല്ലാം വന്നിട്ട് അടിക്കും, നിർത്തണം എന്നിട്ട് നിർത്തിക്കും. ഇങ്ങനെ ചോദിക്കും, എന്തോ അവരെ ഭാഷ ചോദിക്കുന്നുണ്ട്, നിർത്തണമെന്ന് പറയും. അടിച്ച് നിർത്തിക്കും വണ്ടി, എല്ലാ വണ്ടിയും. ലോറിക്കാരൊക്കെ നിർത്തും, മുതിർ വരും, പൈസ കൊടുക്കും. എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് തിരുന്നില്ല. കാരണം സമയം ഓരോ നിർത്തലും 5, 10, 15 മിനിറ്റ് എത്തുന്നുണ്ട്. സമയം ഓൾറെഡി 7-8 മണിയായി. എനിക്ക് ഇവിടുന്ന് ഹൈവേയിലല്ല പോകേണ്ടത്. ചങ്ങാതി ഹൈവേയിൽ നിന്ന് വലത്തോട്ട് പോകും. ഞാൻ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് എങ്ങോട്ട് പോകും? പടച്ചോനെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുന്ന. അങ്ങനെ 5 കിലോമീറ്റർ കഴിഞ്ഞ് പൈസ കൊടുത്ത് പിന്നെയും പോയി. അവിടുന്ന് നോക്കുമ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. പോലീസുകാർക്ക് കാക്കിയിട്ട പോലീസുകാരൻ വരെ അവിടെ നിൽക്കുന്നുണ്ട്, അനങ്ങുന്നില്ല. പോലീസാണോ സെക്യൂരിറ്റി ആണോ എന്ന് എനിക്കറിയാം. ഇവരാണെങ്കിൽ ആൾക്കാർ കൂട്ടം കൂടിയിട്ടും പോകുന്നവയ്ക്കെല്ലാം ഓരോ കവലയിൽ ആളുണ്ടെങ്കിൽ ചിലപ്പം ചെറിയൊരു ചെക്കൻ ഉണ്ടാവും, ഒരു 5-6 വയസ്സ് ചെക്കൻ. ആ ചെക്കനെ സൈഡിൽ നിൽക്കുന്നുണ്ടാവും. അവന് ചിലപ്പോൾ തോന്നുന്ന ലോറി നിർത്താൻ. അവന് ഓടി വന്നിട്ട് റുക്കോ എന്ന് പറഞ്ഞാൽ ലോറി നിർത്തണം, അവന് പൈസ കൊടുക്കണം. അവിടെ വർത്താനമില്ല. അവരുടെ സൈഡ് നോക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ടെറിട്ടറി കൂടി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ നിന്ന് പാസ് എടുക്കുന്ന പോലെ നമ്മൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കണം. 2 മണിക്കൂർ ഭയങ്കര ശ്വാസം അടക്കി പിടിച്ചിട്ടുള്ള യാത്രയായിരുന്നു. ഞാനെൻ്റെ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഒരുവിധം ഇവരുടെ ഇടയിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഒരുവിധം അവിടെ നിന്ന് എത്തി. ഞാനങ്ങനെ ഹൈവേ എത്തിയിട്ട് ഡ്രൈവർമാരൊക്കെ വലത്തോട് തിരിച്ചു. ഇദ്ദേഹം ഹൈവേ കയറി സൈഡാക്കി. എനിക്ക് പുറത്തിറങ്ങാൻ മടി. കാരണം എന്താ, ചുറ്റും ഒന്നുമില്ല, കൂരാകൂരി ഇരുട്ട് മാത്രം. അതൊരു നാഷണൽ ഹൈവേ ആണ്, ഹൈവേയിൽ വണ്ടികളില്ല, കൂരാക്കൂരി ഇരുട്ട്, ഒരു കടകളില്ല, ഒന്നുമില്ല. സമയം 8:30 മണി ആ സമയം കൂടെ ആയിട്ടുള്ളൂ. 8:30 മണി 9 മണി ആ സമയമായിട്ടുള്ളൂ. അപ്പം പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവിടെയൊക്കെ 6 മണിയാകുമ്പോൾ എല്ലാ കടകളും പൂട്ടും, പേടിച്ചിട്ട് ആരും തുറക്കില്ല. ചങ്ങാതിയോട് ഞാൻ പറഞ്ഞു ഇറങ്ങണോ? അവൻ ഇറങ്ങണം, എനിക്ക് പോകേണ്ടതല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞൊരു കാര്യം, കുറച്ച് മുമ്പിൽ പെട്രോൾ പമ്പോ മറ്റുകൊണ്ട് അവിടെ ഇറക്കി തന്നെ, ഞാൻ അവിടെ എവിടെയെങ്കിലും സൈഡ് പറ്റിക്കോളാം. അങ്ങനെ കുറച്ച് മുമ്പിൽ 1 കിലോമീറ്റർ അങ്ങാണ്ട് മുമ്പിലെത്തിയപ്പോൾ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. അവിടെ ഇറക്കുമ്പം ഈ കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞാലേ, പുറത്തിറങ്ങാൻ പേടിച്ചിട്ട് ലോറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ കടന്നു വന്ന സന്തോഷത്തിൽ ലോറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ആശ്വാസം. പുറത്തിറങ്ങി മൂപ്പര് പോയി. ഞാനിങ്ങനെ നോക്കി എന്ത് ചെയ്യണം. ഏതോ ഒരു സംസ്ഥാനത്ത് ഏതോ ഒരു മൂലക്ക് ബാഗെല്ലാം തൂക്കി ഞാനിങ്ങനെ നിൽക്കുന്നത്.
എന്ത് ചെയ്യും? അങ്ങനെ നോക്കുമ്പം ദൈവദൂതനെ പോലെ 4 ഇൻഡിക്കേറ്റർ അങ്ങനെ മിന്നുന്നാണ്ടും. നോക്കുമ്പം ലോറിക്കാരാണ്. ഞാൻ ഓടിപ്പോയി നോക്കി. ഓടിപ്പോയി കണ്ടപ്പം ഒന്ന് സംഭവം എന്ന് വെച്ചാൽ നമ്പർ പ്ലേറ്റ് നോക്കുമ്പം പി ബി എന്ന് വെച്ചാൽ പഞ്ചാബ്. എൻ്റെ മോനെ, എനിക്കൊരു സന്തോഷം വന്നു. കാരണം പഞ്ചാബികളുടെ 2 ലോറി നിരത്തിയിട്ടിട്ട് നമ്മുടെ പഞ്ചാബി സഹോദരങ്ങൾ സിക്കുകാരെന്തെന്ന് പറയുക, ചായ കാച്ചി കുടിക്കുന്നു അവിടെ നിന്ന്. എനിക്കെൻ്റെ മനസ്സിലെ ഈ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരു 2 ദിവസം വെള്ളം കിട്ടാണെന്ന് നിന്നിട്ട് നമുക്ക് മിൽക്ക് ഷേക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടാവില്ല, ആ സന്തോഷമായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എങ്ങനെ എസ്കേപ്പ് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ നിൽക്കുമ്പോൾ 2 ലോറി നിറച്ച് പഞ്ചാബികൾ ഓടിപ്പോയിട്ട് അവനെ ഭയ്യ മുജെ ബച്ചാവോ. അപ്പോൾ എല്ലാവരും വന്നു. 2 ലോറിയിലെ 4 സ്റ്റാഫുകൾ. എന്താ ക്യാ ഹോ ഗയാ ബേട്ടെ? അപ്പോൾ അവർ പഞ്ചാബി ഭാഷ എന്ത് പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ളത്, ഞാൻ കുടുങ്ങിയിട്ടുള്ളത്, എനിക്ക് ഇവിടുന്ന് പോകേണ്ടത് പിന്നെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം, പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു. അപ്പം അവരെൻ്റെ കോലം നോക്കി. അവരാദ്യം അടുപ്പിച്ചിട്ടില്ല. അവരെന്നോട് ബാഗൊക്കെ അവിടെ വെക്കാൻ വെച്ചു. പിന്നെ അവരെൻ്റെ കോലൊക്കെ നോക്കി. ഞാൻ എൻ്റെ ചാനലൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. മലയാളിയാണെന്ന്, കേരളത്തിനാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിശ്വസിച്ചു അവർ. കാരണം അവർക്കറിയാം അതൊരു ഡേഞ്ചർ ഏരിയ ആണ്. പക്ഷേങ്കിൽ അവന്മാർക്ക് പേടിയില്ല. കാരണം പഞ്ചാബികളെടുത്ത് അങ്ങനെ ആരും അടുക്കില്ല. അവർക്ക് അങ്ങനത്തെ പ്രത്യേക പവറുണ്ട്. അപ്പോൾ അദ്ദേഹം ആദ്യം എന്നോട് പറഞ്ഞു, ബേട്ടെ ചായ പീലോ എന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ്സിൽ ചായ തന്നു. ഞാൻ ചായ കുടിച്ചു. അപ്പം എന്നോട് ചോദിച്ചു എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഞാൻ പറഞ്ഞു എനിക്ക് സിംഗപ്പൂരേക്കാണ് പോകേണ്ടത്, എനിക്ക് മ്യാൻമർ ബോർഡറിലേക്ക് പോകണം, മോറയിലേക്കാണ് പോകേണ്ടത്. അപ്പം അടുത്ത ലൊക്കേഷൻ ഇന്ന് ഗുവാഹട്ടി ആയിരുന്നു. ഗുവാഹട്ടിയിലേക്ക് അവിടെ നിന്ന് 200 കിലോമീറ്റർ എങ്ങാനുണ്ട്. അപ്പം എന്നോട് അവർ പറഞ്ഞു ഞങ്ങൾ ഗുവാഹട്ടിയിലേക്കാണ് പോകുന്നത്, പിന്നെ ആ വഴിക്ക് പോകുമ്പോൾ അവിടെ ഇറക്കിത്തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, അങ്ങനെ ചെയ്യാം. അങ്ങനെ പഞ്ചാബി ലോറി കയറി. എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു. ഞാൻ ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ പഞ്ചാബി ലോറി ഡ്രൈവറുടെ നമ്പർ ഞാൻ കൊടുത്തിരുന്നു. നിങ്ങളൊക്കെ വിളിച്ച് താങ്ക് യു പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഒരുപക്ഷെ ആ ലോറിക്കാർ വന്നില്ലായിരുന്നെങ്കിൽ മല്ലു ട്രാവലറിൻ്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അത്രയും വലിയൊരു ഡേഞ്ചർ സിറ്റുവേഷനിൽ ക്യാമറയും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഞാനിങ്ങനെ നിൽക്കുന്നു. ഓരോ യാത്രകളിൽ നമ്മളെ സഹായിക്കാൻ ഓരോ മനുഷ്യന്മാർ വരും. ഞാൻ പറഞ്ഞ പോലെ അവർ ഒരു ദൈവതുല്യമായിട്ട് ഒരുപാട് ആൾക്കാർ നമുക്കുണ്ടാവും, നമ്മൾ ഭക്ഷണം തന്നിട്ടൊക്കെ. അതിൽപ്പെട്ട ഒരു ടീമായിരുന്നു ഈ ഒരു പഞ്ചാബികൾ. ഞാൻ അവരുടെ ലോറി കയറി. തീർന്നില്ല, അവിടെയും തീർന്നിട്ടില്ല. എന്ന് വെച്ചാൽ അവരുടെ സഹായങ്ങൾ തീർന്നിട്ടില്ല. ലോറി കയറി അവരെനിക്ക് സ്പേസ് തന്നു, ചായയൊക്കെ തന്നു, കുടിച്ചു, ഇരുന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിന് ഒരുപാട് റിലാക്സായി. കാരണം നമ്മൾ എസ്കേപ്പ് ആയില്ല, രക്ഷപ്പെട്ടല്ലോ, റിലാക്സായി. അവിടെ നിന്ന് അങ്ങനെ മെല്ലെ ഗുവാഹട്ടി ഭാഗത്തേക്ക് നീങ്ങി. അപ്പം അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇതാണെന്നൊക്കെ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവരെന്നോട് പറഞ്ഞു ഗുവാഹട്ടിയിൽ ഇറങ്ങണ്ട, ഗുവാഹട്ടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വണ്ടി കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും, പോകുന്ന വഴിക്ക് ഈ ലോറി കിട്ടുന്ന നേരം ദാബയുടെ ഭാഗത്തായിട്ട് ഞാൻ നിർത്തിത്തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഏകദേശം ഒരു 150 കിലോമീറ്റർ കഴിഞ്ഞപ്പം അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ദാബയുടെ അടുത്ത് നിർത്തി. അവിടുന്ന് ഗുവാഹട്ടിയിലേക്ക് ഏകദേശം ഒരു 30-35 കിലോമീറ്റർ അങ്ങാണ്ട് ദൂരമുള്ളൂ. ആ ദാബയുടെ അവിടെ നിർത്തി നോക്കുമ്പോൾ അതൊരു ഫാമിലിയുടെ ദാബയാണ്. അവർ പുറകിൽ തന്നെ അവർ വീട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ നിന്ന് റൊട്ടിയൊക്കെ ഭക്ഷണം കഴിച്ചു. അവരാണ് പണം കൊടുത്തു, ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ അവരുടെ കൂടെ കൂടി. അങ്ങനെ പഞ്ചാബികളുടെ കൂടെ ഒരു പ്ലേറ്റിലിരുന്ന് ഞങ്ങൾ പങ്കിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ് കേട്ടോ അതൊക്കെ. കാരണം നമ്മുടെ ഒരു വ്യക്തി നമ്മളെ സഹായിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മളൊരാളെ സഹായിച്ചു എന്ന് വെച്ചാൽ അത് നമ്മൾ വേഗം മറക്കണം. അതാണ് എൻ്റെ ഒരു തിയറി. അപ്പം എന്നെ സഹായിച്ചത് ഒരുപാട് ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ മെമ്മറിയാക്കി സേവാക്കി വെച്ചിട്ടുണ്ട്. ആ ദാബയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ആ ദാബക്കാരനോട് പഞ്ചാബികൾ പറഞ്ഞു ഇങ്ങനെയാണ്, ഇവർ യാത്രക്കാരനാണ്, നിങ്ങളിവരെ കെയർ ചെയ്യണം, രാവിലെ വേറെ ഏതെങ്കിലും വണ്ടി ഗുവാഹട്ടിയിലേക്ക് പോകുന്ന വണ്ടി വന്നാൽ അതിൽ അറേഞ്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. ദാബയുടെ മുതലാളി ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി. പിന്നെ ദാബയുടെ മൂലൊക്കെ വെച്ചു, ലാപ്ടോപ്പൊക്കെ തുറന്നു, മെമ്മറി കാർഡ് കോപ്പിയൊക്കെ ചെയ്യാൻ തുടങ്ങി. കാരണം സേഫ് ആണല്ലോ. അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നു, നല്ല രീതിയിൽ എന്നോട് സംസാരിക്കുന്നത്. എല്ലാ താടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ജാക്കിർ നായിക്കിനെ പോലെ കാണാൻ, വെള്ളത്താടി, ജാക്കിർ നായിക്കില്ലേ അദ്ദേഹത്തെ പോലെ വെള്ളത്താടിയൊക്കെ വെച്ചൊരു വ്യക്തി. പഞ്ചാബികൾ യാത്ര പറഞ്ഞു. പിന്നെ ഒരുപാട് നന്ദി പറഞ്ഞു അവരോട്, ഒരുപാട് നന്ദി പറഞ്ഞു. ഒരിക്കലും മറക്കില്ല. സത്യം ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. ഇത്രയും നിമിഷം ഞാൻ ഓർത്തെടുത്ത് പറയണമെന്ന് ഞാൻ മറന്നിട്ടില്ല. അത് അവരെന്നോട് യാത്ര പറഞ്ഞിട്ട് അവർ പോയി. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പഞ്ചാബികളെ ഭയപ്പെടുന്നതെന്ന്. കായിക ബലത്തിലും അതുപോലെ മാനസിക ബലത്തിലും ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആ ഒരു വിഭാഗമാണ് സിക്കുകാരാണ്. അവരുടെ കയ്യിൽ എപ്പോഴും അവരുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും, അവർ പോരാട്ടം നടത്തുന്ന ആൾക്കാരാണ്. യുദ്ധങ്ങളും അതും ഇതും. ഇപ്പം ഇന്ത്യൻ മിലിറ്ററി ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, സിക്കുകാർ ഒരുപാട് കാണും.
അവരുടെ അടുത്ത് വാളൊക്കെ ഉണ്ട്. അവർക്ക് വാളൊക്കെ ലീഗലി ചെറിയൊരു കത്തിയൊക്കെ എടുത്തെടുക്കാൻ അവർക്ക് പെർമിഷൻ ഉണ്ട്. ഈവൻ ലോറിയിലായിക്കോട്ടെ, ഈ പഞ്ചാബികളുടെ ലോറിയിൽ ഈ ഒരു ഹൈറ്റിൽ വടിവാളുണ്ടാവും അവരുടെ അടുത്ത്. ഒന്നിനും പേടിയില്ലാത്ത ആൾക്കാരാണ്. റൊട്ടിയും ദാലും അടിച്ചിട്ട് ബോഡിയൊക്കെ ഭയങ്കര കട്ടയും. അവർ പോയി. ഞാനങ്ങനെ അത് ആബയിലിരുന്നു. പിന്നെ ലാപ്ടോപ്പൊക്കെ പുറത്ത് വെച്ച് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. സേഫാണല്ലോ, മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ തുടങ്ങി, ക്യാമറ ഒക്കെ ചാർജ് ചെയ്യാൻ തുടങ്ങി. ക്യാമറ ചാർജ് ചെയ്യുന്ന അന്ന് എക്സ്ട്രാ ബാറ്ററി ഒന്നും ഇല്ലായിരുന്നു. ഡയറക്റ്റ് ക്യാമറയിലേക്ക് കൊടുക്കും. പിന്നെ പവർ ബാങ്ക് ഉണ്ട്, പവർ ബാങ്ക് വഴി ക്യാമറയിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് ക്യാമറ ഒക്കെ ചാർജ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്തു. ഞാൻ എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് ഓപ്പൺ ആക്കി. അതിൽ അവർ ആ ഒരു കട്ടിൽ, ദാബയിലെ കട്ടിലില്ലേ നമ്മുടെ ചൂരൽ കട്ടിൽ, ആ കട്ടിൽ കിടന്നങ്ങ് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റു. ദാബയുടെ മുതലാളി എനിക്ക് ചായയൊക്കെ തന്നു. അവർ പണം വാങ്ങിയിട്ടില്ല കേട്ടോ. എന്നോട് പറഞ്ഞു, നീ നമ്മുടെ ഗസ്റ്റാണ്, അതുകൊണ്ട് ഒന്നും വേണ്ട. എനിക്ക് ചായയൊക്കെ തന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റു. അവിടെ ബാത്റൂമുണ്ട്, ടോയ്ലറ്റിൻ്റെ അടുത്ത്. ടോയ്ലറ്റിലൊക്കെ പോയി പ്രഭാത കൃത്യമൊക്കെ നിർവഹിച്ചു. കുളിയൊന്നുമില്ല, ആരും അതൊന്നും പ്രതീക്ഷിക്കേണ്ട. കുളിക്കലൊക്കെ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ കുളിക്കാറുള്ളൂ. പിന്നെ ബാഗൊക്കെ എടുത്തു. ഞാൻ ആ ഒരു ദാബയിൽ നിന്ന് ഇറങ്ങി ഗുവാഹട്ടിയിലേക്ക് പോകണമല്ലോ, ഹൈവേ പോയി കൈ കാണിക്കാൻ തുടങ്ങി. ഒരു വണ്ടി നിർത്തുന്നില്ല. എങ്ങനെയല്ലോ ഞാൻ തട്ടിമുട്ടി ഗുവാഹട്ടി എത്തിയിട്ട് അവിടെ അതിനും വലിയ രസം. അവിടുന്ന് മേഘാലയയിലേക്കും നാഗാലാൻഡിലേക്കൊക്കെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. എനിക്ക് അവിടുന്ന് പോകേണ്ടത് ഇംഫാലാണ്. ഇംഫാലിൽ നിന്ന് മോറെ എന്നാണ് എനിക്ക് നേരെ മ്യാൻമറിൽ കയറേണ്ടത്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ വലത്തേ ഭാഗത്താണ്. കേരളത്തിൽ നിന്നും ഒരുപാട് സംസ്ഥാനങ്ങൾ കടന്നിട്ട് നമ്മളിപ്പം ഇന്ത്യയുടെ വലതുഭാഗത്തെത്തി. അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അദ്ദേഹത്തിന് ഞാൻ ശല്യപ്പെടുത്താൻ പോയില്ല, കാരണം രാവിലെയാണ് അവിടെ എത്തുന്നത്. അതുകൊണ്ട് ഞാൻ ദാബയിൽ കിടന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ ഇംഫാലിലേക്ക് വെച്ച് പിടിക്കാമെന്ന് വെച്ചു. ശരിക്കും അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ടഫായിരുന്നു, കാരണം അവിടുത്തെ റോഡുകളൊക്കെ ഭയങ്കര കഷ്ടപ്പാട്, ചളിയും മണ്ണൊക്കെ ആയിട്ട്. നാഗാലാൻഡ് വഴിയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി അതും പോയത്. ഒരു കാര്യം ചെയ്താൽ അവിടുത്തെ വിശേഷങ്ങൾ ഏതായാലും നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാം, കാരണം ഓൾറെഡി ഇപ്പോൾ സമയം ഒരുപാട് ലേറ്റായി. ഈ ഒരു സിക്കാരുടെയും ഈ ഒരു കാര്യം മാത്രമായിട്ട് എപ്പിസോഡ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ വിഷ്വൽസൊക്കെ വെച്ചിട്ട് ഓൾറെഡി എൻ്റെ എപ്പിസോഡ് കിടക്കുന്നുണ്ട്. പക്ഷേ സ്റ്റോറി ടെല്ലിങ് സീരീസിനും ഇതിന് മാത്രമായിട്ട്, ഈ ഒരു ബോർഡർ ക്രോസിങ് മാത്രമായിട്ട് ഒരു എപ്പിസോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏറ്റവും പേടി തോന്നിയൊരു നിമിഷം. അതിതാണ് കേട്ടോ. ഈ ഒരു നിമിഷത്തിൽ എനിക്ക് ഏറ്റവും പേടി തോന്നിയത്, കാരണം എൻ്റെ ജീവന് തന്നെ ഒരു ആപത്ത് വരുന്ന വിധത്തിലായിരുന്നു ഈ ഒരു നിമിഷം ഉണ്ടായത്. ഒരിക്കലും ഇന്ത്യക്ക് പുറത്ത് എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യക്ക് അകത്തും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഒരുപാട് നന്ദി, ഇത്ര സമയം കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുന്ന് ഇംഫാൽ വഴി മോറെ, പിന്നെ നമ്മുടെ ടിൻസോ ബ്രോ ഒക്കെ വരുന്നുണ്ട് ഇനി അങ്ങോട്ടേക്കുള്ള കഥകളിൽ. ടിൻസോ ബ്രോനൊക്കെ ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട് ഇംഫാൽ വെച്ചിട്ട്. ആ കഥകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ശരി ഗൈസ്, എല്ലാവരോടും അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.